എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എന്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്നുള്ളത്. യെസ്, ഞാൻ കീമിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് വന്നത്. നമ്മൾ ce.kerala.gov.in വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് പ്രോസ്പെക്ടസ് ഉണ്ട്. ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ 25th പേജ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്തയായിരിക്കും ഇത്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികൾക്കുള്ള സന്തോഷ വാർത്തയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കാർക്കും അറിയാത്ത ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയ ഒരു റിസർവേഷൻ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ കർഷകരുടെ മക്കളാണെങ്കിൽ കർഷകരുടെ മക്കളാണ്, നിങ്ങൾക്ക് കൃഷിയിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 12,000-നും താഴെയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. അതെന്താണ്, അതിനെപ്പറ്റി അതിൻ്റെ റാങ്ക് വ്യത്യാസം എത്രയാണ് വരുന്നത് അഡ്മിഷൻ്റെ കേസിൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. യെസ്, അപ്പോൾ നിങ്ങൾ കൃഷിക്കാരുടെ മക്കളാണെങ്കിൽ ചിൽഡ്രൻ ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് ഫോർ BSc ഏതൊക്കെ കോഴ്സിനാണ് ഈ ഒരു റിസർവേഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ BSc അഗ്രികൾച്ചറിനും ഉണ്ട്, വെറ്ററിനറിക്കും ആണ്. ഈ രണ്ട് കോഴ്സിനാണ് ഈ റിസർവേഷൻ ഉള്ളത്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കൃഷിക്കാരുടെ മക്കളാവണം, കൃഷിയിൽ നിന്നല്ലാതെ കിട്ടുന്ന വരുമാനം 12,000-ന് താഴെയാണ്. നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കാറ്റഗറി ലിസ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു CA എന്നാണ് ഈ ഒരു റിസർവേഷൻ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഡോക്യുമെൻ്റ് കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. April 20th മുന്നേ നിങ്ങൾ ആ ഒരു ഡോക്യുമെൻ്റ് കൂടി എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ക്ലിയർ? യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസിന്റെ പേജ് നമ്പർ 153 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. അനക്ചർ 16A ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് ദ സീഡ്സ് റിസർവ്ഡ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് അഗ്രികൾച്ചറിസ്റ്റ്. അപ്പം ഈ ഒരു പേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും സീലും സൈനും വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ അതെന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഈ ഒരു പേജ് ഡൗൺലോഡ് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക, വില്ലേജ് ഓഫീസറുടെ സൈൻ അതിന് വാങ്ങിക്കുക ആൻഡ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ കിട്ടും. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടി, റാങ്ക് വന്നു, അഡ്മിഷനും വന്നു. അഡ്മിഷൻ വന്ന് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് CA കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെന്നുണ്ടെങ്കിൽ, ആ ഒരു സംവരണം കാരണമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നതിനോട് കൂടെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെന്റും നിങ്ങൾ കയ്യിൽ കരുതണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻ കാരണമാണ് എന്ത് കിട്ടിയത്, അവിടെ അഡ്മിഷൻ കിട്ടിയത്. അതുകൊണ്ട് ആ ഒരു ഡോക്യുമെന്റ് കൂടെ നിങ്ങൾ കയ്യിലെടുക്കുക. യെസ്, ആൻഡ് ഇനി ഞാൻ പറഞ്ഞുതരാം എത്ര റാങ്ക് ഡിഫറൻസിലാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം നടന്നതാണ് നമുക്കിവിടെ കാണുന്നത്. യെസ്, കഴിഞ്ഞ വർഷം നമ്മുടെ അഗ്രികൾച്ചറൽ കോളേജ് 4 കോളേജിലാണ് ഈ CA കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇവിടെ റിസർവേഷൻ കിട്ടിയത്. ഏതൊക്കെയാണ്? കോളേജ് ഓഫ് അഗ്രികൾച്ചർ ട്രിവാൻഡ്രത്ത് ജനറൽ കാറ്റഗറി കയറിയത് 6,000 സംതിങ് ആണെങ്കിൽ CA കാറ്റഗറിയിലുള്ള കുട്ടി 13,000 റാങ്ക് ഉള്ള കുട്ടികൾക്ക് പോലും എന്ത് കിട്ടിയിട്ടുണ്ട്, 13,000 ഉള്ള കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ തൃശ്ശൂർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ തൃശ്ശൂർ ആണെങ്കിൽ 4,000 ആയിരുന്നു ജനറൽ കാറ്റഗറി കയറിയതെന്നുണ്ടെങ്കിൽ CA കാറ്റഗറി 9,574 ആണ് ലാസ്റ്റ് കയറിയത്. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിഫറൻസ് ആണുള്ളത്. ഫസ്റ്റ് കേസിൽ മോർ ദാൻ ഡബിൾ ആണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംവരണം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് മിസ്സാവരുത്. നിങ്ങളുടെ റാങ്ക് കുറഞ്ഞത് പോയത് കൊണ്ട് ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ നിങ്ങൾക്ക് മിസ്സാവരുത്. എന്തായാലും നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഇത് മിസ്സായി പോയത്, അതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. യെസ്, ഇനി കോളേജ് ഓഫ് അഗ്രികൾച്ചർ കാസർഗോഡും 7,000 ആയിരുന്നു അവസാനം കയറിയത്. ഇവിടെ കയറിയത് 13,000 ആണ്. ആൻഡ് വയനാട് കോളേജ് ഓഫ് അഗ്രികൾച്ചറും 7,000 ആണ് അവസാനം കയറിയത്. ഇവിടെ CA റിസർവേഷൻ കയറിയിട്ടില്ല കേട്ടോ, വയനാട്. യെസ്, ഇനി നമ്മൾ നോക്കുന്നത് വെറ്ററിനറി ആണ്. വെറ്ററിനറി കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് മണ്ണൂത്തി തൃശ്ശൂർ. ഒരുപാട് കുട്ടികളുടെ ഒരു ആഗ്രഹമായിരിക്കും മണ്ണൂത്തി തൃശ്ശൂർ കോളേജിൽ പഠിക്കുക എന്നുള്ളത്. ആൻഡ് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറി 4,284 ആണ് കയറിയതെന്നുണ്ടെങ്കിൽ CA കാറ്റഗറി ആണെങ്കിൽ 6,000 റാങ്ക് നിങ്ങൾക്ക് മതി മണ്ണൂത്തി കിട്ടാനായിട്ട്. ക്ലിയർ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹം ഒരിക്കലും നടക്കാതെ പോകരുത്. എന്തായാലും നിങ്ങൾ ഈ റിസർവേഷൻ
എലിജിബിൾ ആണെങ്കിൽ എന്തായാലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കയറിയത് കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് വയനാട്ടിലെ വെറ്ററിനറി കോളേജിൽ ഫസ്റ്റ് ജനറൽ കാറ്റഗറി 5,000 ആണ് കയറിയത്. പക്ഷേ എന്താണ് CA കാറ്റഗറി 8,875 ആണ് അവസാനമായിട്ട് കയറിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റാങ്കിലുള്ള ഡിഫറൻസ് എത്രമാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു കോളേജിലെ അഡ്മിഷന് വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഇതിൻ്റെ ഒരു ഗൗരവവും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഈ റിസർവേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോകണ്ടേ, അതിന് സൈൻ കിട്ടണ്ടേ, ഇങ്ങനൊന്നും ആലോചിക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു റിസർവേഷനാണ് ഇതെന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇൻഫർമേഷൻ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ കീമിൻ്റെ നീറ്റിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.